റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആൾ മുത്തനബ്ബിയാണ്. 303 ജനിച്ച് 354 മരിക്കുന്നത്. എത്രയിലാണ്? 303 ജനിച്ച് 354, അഥവാ 915 ടു 965 കാലഘട്ടത്തിൽ. അബു തീബ് അഹ്മദ് ബിൻ ഹുസൈൻ ബിൻ ഹസൻ ബിൻ അബ്ദുസ്സമദ് ജുഅഫി അൽ ഖിന്ദി. അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ തന്നെ പഠിക്കും. അബു തീബ് അഹ്മദ് ബിൻ ഹുസൈനാണ്. അഹ്മദ് ബിൻ ഹുസൈനാണ്. അഹ്മദ് മുത്തനബി അഹ്മദ് അല്ലേ? നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ? നബിയാണെന്ന് വാദിച്ച ആളാണ് ഇദ്ദേഹം അല്ലേ? അപ്പോൾ അഹ്മദ് മുത്തനബി. ഇനി പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്, ഷാഇലുന്നാസി വ മാലി ഉദ്ദുനിയ. ദുനിയാവിൽ നിറയ്ക്കണം, ദുനിയാവിൽ വലിയ സ്ഥാനം കിട്ടണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളെ നമ്മൾ വായിക്കുന്നുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ എല്ലാം കൂടി പഠിക്കേണ്ട ആവശ്യം. പ്രധാനപ്പെട്ട പോയിന്റ് മാലി ഉദ്ദുനിയ, ദുനിയാവിൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ സ്വീകാര്യത കിട്ടും. ഞാൻ വലിയവനാണ്, അങ്ങനത്തെ ഒരു ചിന്ത ഉള്ള ആളാണ് മുത്തനബി. കൂഫയിലാണ് ജനിക്കുന്നത്. കിന്ദ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് കിന്ദി എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കിന്ദ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അതുകൊണ്ട് എന്താ പേരിൽ അറിയപ്പെടുന്നുണ്ട്? കിന്ദി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി ഹിക്മത്തിൻ്റെ കവിത കൊണ്ട് പ്രസിദ്ധമായി. ഹിക്മത്തിൻ്റെ ആളാണ്. ഇനി പറയാണ് 9ാമത്തെ വയസ്സിൽ കവിത തുടങ്ങിയിട്ടുണ്ട്. കാന ഫി തിസ്അത്തി മിൻ ഉംരിഹി, തൻ്റെ വയസ്സിൽ നിന്ന് 9ാമത്തെ വയസ്സിൽ മുത്തനബി എന്ത് ചെയ്തിട്ടുണ്ട്? കവിത പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ഷാഇറുല്ലദി ഖതലഹു ഷീർ, ഒരു കവിതക്കാരനാണ് അദ്ദേഹം ജീവിതത്തിൽ പാടിയ ഒരു കവിതക്കാരനാണ് അദ്ദേഹം മരണപ്പെട്ടത്. പക്ഷെ അതാദ്യം നമുക്ക് ഡീറ്റെയിൽസ് എന്താണ് എന്നുള്ളത് താഴെ നമ്മൾ പറയും. ഇപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക. ഖതലഹു ഷീർ, അദ്ദേഹം ഒരു സമയത്ത് പാടിയ വരികളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം. ഇനി അബൂഹു ഉപ്പ ജുഅഫി എന്നാണ്, ഉമ്മ ഹംദാനിയാണ് എന്നും മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ്, അദ്ദേഹത്തിനൊരടിമ ഉഫ്ലിഹ്, അതൊന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ടതില്ല. പിന്നെ സൈഫുദ്ദൗലയുടെ ഒരു പെങ്ങളെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഹൗല എന്നാണ് അവളുടെ പേര് അല്ലേ? മുത്തനബി 2 പേരെയാണ്, ഒന്ന് സൈഫുദ്ദൗല, കാഫൂർ അൽ അഖ്ശദി, 2 പേരെയാണ് മദ്ഹ് നല്ലോണം ചെയ്തത്. നമ്മൾ താഴത്തതിൻ്റെ പോയിന്റുകൾ പറയും കേട്ടോ. അതിൽ സൈഫുദ്ദൗലയുടെ സഹോദരി ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രണയിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന് ഒരുപാട് കസീറുൽ ഹസനാത്ത്, നല്ല സ്വഭാവം ഒരുപാടുണ്ട്. അതേപോലെ കസീറത്തു സയ്യാത്തും, മോശപ്പെട്ട സ്വഭാവം എന്തുണ്ട് ഇദ്ദേഹത്തിന് കൊണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു വെള്ളം കുടിപ്പിക്കാൻ, ജനങ്ങൾക്ക് പള്ളിയിലൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി വെക്കുന്ന കാണൂലേ, അങ്ങനത്തെ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അബ്ദാനുസിഖ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയെ വിളിച്ചിരുന്നത്. അങ്ങനെ ഉപ്പയോടുകൂടെ ഷാമിലേക്ക് അറിവ് പഠിക്കാൻ വേണ്ടി പോയി. മുത്തനബി ചെറുപ്പത്തിൽ അദ്ദേഹം കിബറുള്ള സ്വഭാവമായിട്ടാണ്, കബീർ നഫ്സാണ് അവിടെ, കിബറുള്ളവരായിട്ടാണ് വളർന്നത്. അതേപോലെ ആലിൽ ഹിമ്മത്ത്, നല്ല മനക്കരത്തുള്ള ആളാണ്. വത്തുമൂഹൻ ഇലൽ മജ്ദ്, വലിയ സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരാളും കൂടിയാണ്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം ബനു കുലൈബിലേക്ക് പോയി. അവിടെ വെച്ചിട്ട് അദ്ദേഹം നുബുവത്ത് വാദിച്ചു. നുബുവത്ത് വാദിച്ച വർഷം 326 ഷാമിൽ വെച്ചിട്ടാണ്. ഇത് ചെറുപ്പത്തിൽ തന്നെ നല്ല കവിത പാടും. ആ കവിത പാടി ചിലപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നുന്നത്, എനിക്ക് നല്ല റബ്ബിൻ്റെ കലാം, സാഹിത്യം, ഖുർആനെ പോലെ സാഹിത്യം പറയാൻ കഴിവുണ്ട് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ അത്രത്തോളം കഴിവുണ്ടായിരുന്നു. അങ്ങനെ അത് ആ കിബറിൽപ്പെട്ട് അയാൾ പറഞ്ഞു, ഞാനൊരു നബിയാണ് എന്ന് വാദിച്ചു. ഇത് അറിഞ്ഞ സമയത്ത് അമീറുൽ ഹിംസിലെ അമീർ അദ്ദേഹത്തെ എന്ത് ചെയ്തു? പിടിച്ച് ജയിലിലിട്ടു. അതുകൊണ്ടാണ് ഈ നബിയാണെന്ന് വാദിച്ചത് കൊണ്ടാണ് മുത്തനബി എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം നബിയാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ നബിയ ബഅദി, എനിക്കു ശേഷം ഒരു നബി ഇല്ല എന്ന് നബി തങ്ങൾ സന്നിഗ്ധമായി വ്യക്തമാക്കി പറഞ്ഞതാണ്. അതിന് മുമ്പ് ദുർവ്യാഖ്യാനം ചെയ്തു. ലാ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരാണ്, ഇസ്മി ഫിൽ സമ, ആകാശത്തിൻ്റെ പേരാണ്. കിബർ ഇങ്ങനെ കൂട്ടിയിട്ട് അതിനങ്ങോട്ട് എന്ത് ചെയ്യാണ്? തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ.
ലാ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അർത്ഥം ലായാകുന്നത് ബാദ നബി എനിക്ക് ശേഷമുള്ള നബിയാണ് എന്നാണ് അർത്ഥം വെക്കേണ്ടത് എന്ന് മുത്തനബി ജനങ്ങളെ പറ്റിക്കുകയാണ്. അതിൽ കുറച്ച് ജനങ്ങൾ പെട്ടുപോയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിലിട്ടതും ശിക്ഷിക്കപ്പെടുന്നതൊക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ മുത്തനബി എന്ത് ചെയ്തു? മുത്തനബി എന്ന് പറയുന്നത് സൈഫുദ്ദൗല അദ്ദേഹത്തിനിക്ക് ഒരു നാട് തന്നെ മദ്ഹ് ചെയ്തിട്ട് സൈഫുദ്ദൗല അദ്ദേഹത്തിനിക്ക് സബഈൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനിക്ക് ഭരിക്കാൻ ഇഷ്ടമായിരുന്നു, അത്യാഗ്രഹമായിരുന്നു. അതുകൊണ്ട് നീ സബഈൻ എന്ന് പറയുന്ന സ്ഥലം ഭരിച്ചോ, അത് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹത്തിനിക്ക് സൈഫുദ്ദൗലയിൽ നിന്ന് ഒരു കവിതയ്ക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 1000 ദീനാർ തന്നെ ലഭിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൈഫുദ്ദൗലയുമായിട്ട് നല്ല ബന്ധം തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോഴാണ് അശ്വറാഉ അവിടെ സൈഫുദ്ദൗലയുടെ കൊട്ടാരത്തിൽ എന്ത് ചെയ്യാണ്, ഒരു ശത്രുത സംഭവിക്കുകയാണ്. അങ്ങനെ സൈഫുദ്ദൗലയുമായിട്ട് അവർ പിരിഞ്ഞ് അദ്ദേഹം മിസ്റിലേക്ക് പോകാൻ, രണ്ടാമതൊരു പോയിന്റ് ഇതാണ്. സൈഫുദ്ദൗലയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ രണ്ടുപേരുടെയും ചില തെറ്റിദ്ധാരണകൾ വളരുന്നു. അങ്ങനെ അദ്ദേഹം മിസ്റിലേക്ക് പോകുന്നു. 346 പോകുന്നത്, ഓർത്ത് വെക്കണം. അവിടെ 9 വർഷം ജീവിച്ചു. അവിടെയാണ് കാഫൂർ എന്ന് പറയുന്ന ഒരു രാജാവിന് അദ്ദേഹം മദ്ഹ് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? മുത്തനബി കാഫൂറിൽ ഇഖ്ഷിദി എന്നാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ കാഫൂറിൽ ഇഖ്ഷിദി അദ്ദേഹത്തിന് വേണ്ട പരിഗണന കൊടുത്തില്ല. അങ്ങനെ കുറച്ചു കാലം അവിടെ ജീവിച്ച് വീണ്ടും ഇയാളെ അടുത്തേക്ക് തന്നെ സൈഫുദ്ദൗലയുടെ അടുത്തേക്ക് വരികയാണ്. മുത്തനബിയുടെ ഹജ്ജ ധാലിയത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മിസ്റിലേക്ക് ഓടിപ്പോയതിനു ശേഷം ഹജ്ജായ് ചെയ്തത് ധാലിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ സൈഫുദ്ദൗല അങ്ങനെ എന്ത് ചെയ്തു? മിസ്റിലേക്ക് പോയ സമയത്താണ് സൈഫുദ്ദൗലയുടെ സഹോദരി ഹൗല മരണപ്പെടുന്നത്. നേരത്തെ പറഞ്ഞു സൈഫുദ്ദൗലയുടെ സിസ്റ്റർ ആര് പ്രണയിച്ചിരുന്നു, ഹൗലസ് എന്ന് പറയുന്ന സ്ത്രീയുടെ. അങ്ങനെ ആ സമയത്ത് അതിനെപ്പറ്റി സൈഫുദ്ദൗലയുടെ സിസ്റ്ററിനെ പറ്റി ഒരുപാട് എഴുതി, വിലാപകാവ്യം എഴുതി. അത് കണ്ടപ്പോൾ സൈഫുദ്ദൗലയ്ക്ക് വല്ലാത്ത കൽബിൽ ഒരു ഇഷ്ടം, ഒരു ദയവ് തോന്നി. അങ്ങനെ അതുകൊണ്ട് സൈഫുദ്ദൗല പറഞ്ഞു, ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. മുത്തനബി അപ്പോഴും മനസ്സ് ദാഷ്ട്യം കൊണ്ട്, ഇനാദ് കൊണ്ട്, ആ മനസ്സിലെ വെറുപ്പ് കൊണ്ട് തിരിച്ചു വരാൻ ആ ക്ഷണം സ്വീകരിച്ചില്ല. അങ്ങനെ സൈഫുദ്ദൗലയും കാഫൂറുൽ ഇഖ്ഷിദിയെയും ഇദ്ദേഹം ഒരുപാട് മദ്ഹ് ചെയ്ത കവികളുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബലാഅയിൽ ഇദ്ദേഹം വളരെ മേലെയാണ്. ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ്. ഇനിയുള്ളതൊക്കെ പറഞ്ഞു തന്നെയാണ്, ഇത് പല കിതാബുകളിൽ നിന്ന് എടുത്തതാണ്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഇത്രയാണ് ഉള്ളത്. ഇനി ഇറാഖിലേക്ക് പോയിട്ടുണ്ട്, ഫാരിസിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇബ്നു ബുവൈഹി എന്നിവരെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ, അദ്ദേഹത്തിൻ്റെ കവിത കാരണം കൊല്ലപ്പെട്ടു എന്നുള്ളത്. മുത്തനബി കൊല്ലപ്പെട്ട സംഭവം പറയാണ്. അന്ന ഹജ വബ്ബത്ത് ബിൻ യസീദ് അൽ അസദി, ഇയാൾ ആക്ഷേപിച്ച സമയത്ത് ഇയാൾ കൂഫയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് കൂടെ ഉണ്ട്, കൂടെ അദ്ദേഹത്തിൻ്റെ അടിമ മുഫ്ലിഹ്, 2 പേര് കൂടെ ഉണ്ട്. ഇവർ രണ്ടുമായിട്ട് കൂഫയിലേക്ക് മടങ്ങുന്ന സമയത്ത് ഫാത്തിഖ് ബിനു ജഹ്ലുൽ അസദിയെ കണ്ടുമുട്ടുന്നു. ഇത് നേരത്തെ മുത്തനബി ആക്ഷേപിച്ച ലബ്ബത്തിൻ്റെ ഹാലാണ്, അങ്ങനെ അമ്മോനാണ് അല്ലേ. ആ സമയത്ത് ഇവർ 2 പേര് കണ്ടപ്പോൾ 2 പേര് ഏറ്റുമുട്ടി. അപ്പോൾ മുത്തനബി ഓടിപ്പോകാൻ തീരുമാനിച്ചു. ഓടിപ്പോകാൻ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മുഫ്ലിഹി എന്ന് പറയുന്ന അടിമ ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് വൽ ഖൈലു വൽ ലൈലു വൽ ബൈദാഉ തഅരിഫുനി വസ്സൈഫു വദ്ദിംഹു വൽ ഖിർതാസു വൽ കലമു, എനിക്ക് കുതിരയും രാത്രിയും മരുഭൂമിയെല്ലാം എന്നെ അറിയും, എനിക്ക് പേന പിടിക്കാൻ മാത്രമല്ല വാള് പിടിക്കാനും അറിയും എന്ന് നിങ്ങളല്ലേ പാടിയത്, എന്നിട്ട് ഇപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് യുദ്ധം ചെയ്യാതെ പേടിച്ചോടുകയാണോ? ഇത് കേട്ടപ്പോൾ അദ്ദേഹം 2 പേരും ഒന്നും കൂടെ ഫൈറ്റ് ചെയ്തു.
ആ ഫൈറ്റിങ്ങിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടു. ഓക്കെ, ബഗ്ദാദിലെ സ്ഥലത്ത് നിന്ന് ദൈറുൽ ആഖുൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഫാത്തിഖുൽ അസദിയുടെ കരങ്ങളെ കൊണ്ട് 354 ഇദ്ദേഹം കൊല്ലപ്പെട്ടു. ഓക്കെ, ഇത്രയാണ് സംഭവമുള്ളത്. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങൾ ഇതിലില്ല, നേരത്തെ പറഞ്ഞ തന്നെ ഈ പല കിതാബുകളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എന്താണ് ഇത് റിപ്പീറ്റിംഗ് വരികയാണ്. ഓക്കെ, ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പോയതാണ്. ഓക്കെ, ഇനി കുറച്ച് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇവിടെ കാണാം. അദ്ദേഹം ഷാഫി മദ്ഹബുകാരനായിരുന്നു എന്നിവിടെ കാണാം കേട്ടോ. അതൊരു പോയിന്റ് ആക്കിയിട്ട് എടുക്കാം. ലമ്മ തൊലബു, അദ്ദേഹത്തോട് സ്വാഹിബിൻ അബ്ബാദിനെ മദ്ഹ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ 30 വയസ്സേ ഉണ്ടായിരുന്നു. അപ്പോൾ 20,000 അല്ലേ, 20,000 ദിനാർ തരാമെന്ന് പറഞ്ഞ സമയത്ത് നിഷേധിച്ചു. എന്നിട്ട് പറഞ്ഞു അനല്ലദീന ലറൽ അഅമ ഇല അദബി എന്ന് പറഞ്ഞിട്ട് അതിനെ ആ സമയത്ത് പാടിയ ബൈത്തുകളാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ശുക്രൻ അലി ഇസ്ലിമായിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.